സോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ SSLC അതുപോലെ CBSE 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്ന +1 +2 ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് എങ്ങനെ ഏറ്റവും അനായാസം രജിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു ബ്രൗസർ ഓപ്പൺ ആക്കി അതിൽ പാല ബ്രില്യൻ അല്ലെങ്കിൽ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ഓപ്ഷനായിട്ട് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ബ്രില്യൻ പാലായുടെ സൈറ്റിലേക്കുള്ള ലിങ്കാണ്. നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റിന്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഈ മേളിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഓഫർ ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകളെ പറ്റിയുള്ള ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം, സ്ക്രീനിങ് ടെസ്റ്റ്, ലോങ് ടേം, അതുപോലെ ബ്രിഡ്ജ് കോഴ്സ്, ട്യൂഷൻ പ്രോഗ്രാം, ഫൗണ്ടേഷൻ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് വേണ്ടത് ട്യൂഷൻ പ്രോഗ്രാം ആണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള ട്യൂഷൻ പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. ഒന്നാമത്തേത് ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസ് ഫോർ ക്ലാസ് 11 ആൻഡ് 12, അതുപോലെ തന്നെ 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള ട്യൂഷൻ പ്രോഗ്രാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ വേണ്ടത് ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസ് ഫോർ ക്ലാസ് 11 ആൻഡ് 12 ആണ്, BTC പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. യെസ്, ഇതാണ് നമ്മുടെ 11, 12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ട്യൂഷൻ പ്രോഗ്രാമിന്റെ എക്സ്ക്ലൂസീവ് പേജ്. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് താഴോട്ടായി ഒരുപാട് കാര്യങ്ങളുണ്ട്. റിക്വസ്റ്റ് എ കോൾ ബാക്ക്, അതുപോലെ +1 കോഴ്സ് ബ്രോഷർ, +2 കോഴ്സ് ബ്രോഷർ. ഇതിലൊക്കെ ക്ലിക്ക് ചെയ്താൽ എന്തെല്ലാമാണ് ആ കോഴ്സിൽ അടങ്ങിയിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു കോഴ്സിലേക്ക് എങ്ങനെ അനായാസം രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. അതിനായി ആദ്യമേ കിടക്കുന്ന ലിങ്കിൽ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സൈറ്റിൽ, അതായത് ബ്രില്യൻ പാലയുടെ സൈറ്റിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്റ്റുഡന്റ് ID അല്ലെങ്കിൽ പാസ്വേഡ്, നിങ്ങൾ ചിലപ്പോൾ ബ്രില്യൻറ്റിലെ മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഓൾറെഡി ഇവിടെ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് ID അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റ് സന്ദർശിക്കുന്നത് എങ്കിൽ ഈ താഴെയായിട്ട് സൈൻ അപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യാനുള്ളത്. ആദ്യമായി നമ്മുടെ സ്റ്റുഡൻറ് നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, എന്നിട്ട് കൺഫേം പാസ്വേഡ്, അടിച്ച പാസ്വേഡ് ഒന്നുകൂടെ നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട്, അതായത് എഗ്രി ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ക്വയർ ബോക്സ്. ആ ബോക്സിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം സൈൻ അപ്പ് പ്രോസസ്സിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, OTP ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈൻ അപ്പ് പ്രോസസ്സിംഗ് എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നത് ഇങ്ങനൊരു പേജിലേക്കാണ്. ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് കാണാം. അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നേരത്തെ കണ്ട പോലെ 6ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെയോ ബ്രില്യൻറ്റിലെ ഒരു ട്യൂഷൻ പ്രോഗ്രാമിലായിരിക്കും നിങ്ങൾ ചേർന്നത്. ആ നേരത്തെ ക്വാളിഫിക്കേഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഫോർ അഡ്മിഷൻ ക്ലാസ് 5 മുതൽ ഫോർ അഡ്മിഷൻ ക്ലാസ് 12, അതുപോലെ ഫോർ ക്ലാസ് 12 ഫസ്റ്റ്. നമുക്ക് വേണ്ടത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഫോർ അഡ്മിഷൻ ക്ലാസ് 11 എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സേവ് ഓപ്ഷൻ ഉണ്ട്. ആ സേവ് ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരുക്കിയിരിക്കുന്ന പ്രോഗ്രാംസ് ഏതെല്ലാമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. വന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ട്യൂഷൻ ക്ലാസ്സസ് ഫോർ 11th സ്റ്റാൻഡേർഡ്, അതുപോലെ ലോങ് ടേം ഓൺലൈൻ ബാച്ചസ്, ലോങ് ടേം ഹൈബ്രിഡ് ഓഫ്ലൈൻ ബാച്ചസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കാണാം ഇവിടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ, അതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അഡ്മിഷൻ ടൈം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻറോൾ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എൻറോൾ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള കുറേയധികം വിവരങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ സെലക്ട് സെന്റർ, അതുപോലെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാനുണ്ട്. സെലക്ട് സെൻട്രൽ നോക്കുകയാണെങ്കിൽ ഇവിടെ CBSE സ്ട്രീം, കേരള സ്റ്റേറ്റ് സ്ട്രീം, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കേരള സ്റ്റേറ്റ് സ്ട്രീമാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത സെലക്ട് പ്രിഫേർഡ് ബാച്ച്, ഏത് ബാച്ച് വേണമെന്നുള്ളതാണ്. ഏപ്രിൽ 2025 തുടങ്ങുന്ന ബാച്ച്, അത് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നമ്മുടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് പറയും നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വീണ്ടും നോക്കുകയാണെങ്കിൽ അവിടെ രജിസ്റ്റർ ആൻഡ് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അവിടെ രജിസ്റ്റർ അല്ലെങ്കിൽ ക്യാൻസൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് രജിസ്റ്റർ, ഓഫ് കോഴ്സ് രജിസ്റ്റർ തന്നെ ക്ലിക്ക് ചെയ്യാം വീണ്ടും.
അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കുറേ അധികം ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളതായിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്. അവിടെ നമ്മുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് ഓക്യുപ്പേഷൻ, ഫാദേഴ്സ് ഫോൺ, മദേഴ്സ് ഫോൺ, നമ്മൾ അവസാനമായി പഠിച്ച സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ. ഇനി നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് അല്ല ഹൗസ് നെയിം, സ്ട്രീറ്റ് അല്ലെ പ്ലേസ് നെയിം, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് ആൻഡ് കൺട്രി. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫിൽ ചെയ്തിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മുടെ ടോപ്പ് റൈറ്റ് കോർണറിൽ തന്നെ ഒരു സർക്കിൾ കാണാം. ആ സർക്കിളിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു സർക്കിളും കൂടെ കാണാം. ആ സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്കുള്ളത്. അതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം എഗ്രി കൊടുക്കുക. യെസ്, അപ്പോൾ മറ്റൊരു വിൻഡോ വന്നിരിക്കുകയാണ്. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൾഡേഴ്സിലേക്ക് ഒരു വിൻഡോ ഓപ്പൺ ആകുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. യെസ്, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെയൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, എല്ലാം നമ്മൾ കറക്റ്റ് ആണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വീണ്ടും നമ്മുടെ താഴേക്ക് പോവുകയാണെങ്കിൽ ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വീണ്ടും വന്നിരിക്കുന്നു. ആ ഫിനിഷ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ സർക്കിൾ നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള മൈ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്തെ ഫീ റെമിറ്റൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫീ റെമിറ്റൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അസൈൻഡ് സെന്റർ, പ്രിഫേർഡ് ബാച്ച്, അതുപോലെ നമ്മൾ അടയ്ക്കേണ്ട ഫീസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിന്റെ നമ്മുടെ ഫീസ് സ്ട്രക്ചർ ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനം മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും പേ ഓൺലൈൻ അല്ലെങ്കിൽ പേ വിയ ബാങ്ക് ചലൻ. രണ്ട് മെത്തേഡാണ് നമുക്ക് പേയ്മെന്റ് ഓപ്ഷനായിട്ട് നമ്മുടെ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ആദ്യത്തേത് പേ ഓൺലൈൻ എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മെത്തേഡ്സും തന്നെ നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ബാങ്ക് ചലൻ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട്, അതായത് നേരിട്ടൊരു ബാങ്കിൽ ചെന്ന് നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ പേ നൗ എന്ന് കൊടുക്കുക. യെസ്, റൈസർ പേ, അതായത് നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്സ് എല്ലാം തന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് വഴിയും നമുക്ക് ഓൺലൈനായി പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഓഫ്ലൈനായാണ് പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായ പേ വിയ ബാങ്ക് ചെല്ലാൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഈ ഒരു ചെല്ലാൻ ഞങ്ങളുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ ചെന്ന് നിങ്ങൾക്ക് ഓഫ്ലൈനായി പേയ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീ പേയ്മെന്റ് നടത്തിയതോടുകൂടി നിങ്ങൾ പാലാ ബ്രില്യൻറ്റിന്റെ +1 +2 ട്യൂഷൻ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ആയിരിക്കുകയാണ്. പ്രോഗ്രാമിൽ ചേരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.